നമസ്കാരം. നമ്മൾ ദിവസം കാണുന്ന ജീവികളിലെ ഏറ്റവും നിസ്സാരക്കാരാരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്ന പേര് ഉറുമ്പെന്നായിരിക്കും. ഭൂമിയിൽ ഏകദേശം 130 മില്യൺ വർഷങ്ങളായി ഉറുമ്പുകളുണ്ട്. അതായത് ഡൈനോസറുകളുടെ കാലം മുതൽക്കേ ഈ ഭൂമിയിലുള്ള മനുഷ്യരെക്കാൾ മികച്ച രീതിയിൽ ഈ ലോകത്തെ കീഴടക്കിയ ഒരു സൂപ്പർ ഓർഗാനിസമാണ് ഈ ഉറുമ്പുകൾ. സ്വന്തമായി കൃഷി ചെയ്യുന്ന, യുദ്ധം ചെയ്യുന്ന, അത്ഭുതകരമായ ശ്വസന രീതിയുള്ള ഈ കുഞ്ഞൻ ജീവികളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഉറുമ്പുകളുടെ ജീവിതചക്രം പ്രധാനമായും 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിനെ ശാസ്ത്രീയമായി കംപ്ലീറ്റ് മെറ്റാമോർഫോസിസ് എന്ന് വിളിക്കുന്നു. മുട്ടയിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ഉറുമ്പാകാൻ ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ എടുത്തേക്കാം. ഒന്നാമത്തേത് മുട്ട. റാണി ഉറുമ്പാണ് മുട്ടകൾ ഇടുന്നത്. ഇവ വളരെ ചെറുതും വെളുത്ത നിറത്തിലുള്ളതും കാണാൻ ഏകദേശം ഒരു തരി പഞ്ചസാര പോലെയും ആയിരിക്കും. എല്ലാ മുട്ടകളും വിരിഞ്ഞുറുമ്പുകളാകില്ല. ചില മുട്ടകൾ കോളനിയിലെ മറ്റുറുമ്പുകൾക്ക് ഭക്ഷണമായും ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തേത് ലാർവ. മുട്ട വിരിഞ്ഞു പുറത്തു വരുന്നത് ചെറിയ പുഴുക്കളെ പോലെയുള്ള ലാർവകളാണ്. ഇവർക്ക് കണ്ണുകളോ കാലുകളോ ഉണ്ടാകില്ല. ആഹാരത്തിനായി ഇവർ പൂർണ്ണമായും ജോലിക്കാരെയാണ് ആശ്രയിക്കുന്നത്. ലാർവകൾ അതിവേഗം വളരുകയും പലതവണ തൊലി പുറന്തള്ളുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് പ്യൂപ്പ. ലാർവ ആവശ്യത്തിന് വളർച്ച എത്തിക്കഴിഞ്ഞാൽ അത് പ്യൂപ്പ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ചിലയിനം ഉറുമ്പുകൾ ഈ ഘട്ടത്തിൽ തങ്ങളെ തന്നെ ഒരു പട്ടുനൂൽ കൂടിനുള്ളിൽ പൊതിഞ്ഞു വെക്കുന്നു. കാഴ്ചയിൽ ഇത് ഏകദേശം വളർന്ന ഉറുമ്പിനെ പോലെ തോന്നിപ്പിക്കുമെങ്കിലും അവയുടെ ആന്റിനകളും കാലുകളും ശരീരത്തോടൊട്ടിയിരിക്കും. ഈ ഘട്ടത്തിലാണ് ഉറുമ്പിൻ്റെ അവയവങ്ങൾ രൂപപ്പെടുന്നത്. നാലാമത്തെ ഘട്ടം മുതിർന്ന ഉറുമ്പ്. പ്യൂപ്പയിൽ നിന്ന് പുറത്തു വരുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഉറുമ്പാണ്. തുടക്കത്തിൽ ഇവയുടെ നിറം അല്പം മങ്ങിയതായിരിക്കും. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവയുടെ പുറം ചട്ട കടുപ്പമുള്ളതാവുകയും കൃത്യമായ നിറം ലഭിക്കുകയും ചെയ്യുന്നു. കോളനിയിലെ രാജഭരണം. മുതിർന്ന ഉറുമ്പുകൾക്ക് അവയുടെ കോളനിയിലെ പങ്ക് അനുസരിച്ച് 3 വിഭാഗങ്ങളായി മാറാം. ഒന്നാമത്തേത് റാണി, മുട്ടയിടാൻ ചുമതലപ്പെട്ടവർ. രണ്ടാമത്തേത് ജോലിക്കാർ, ഭക്ഷണം ശേഖരിക്കാനും കൂട് നോക്കാനും ചുമതലപ്പെട്ട പെണ്ണുറുമ്പുകൾ. മൂന്നാമത്തേത് ആണുറുമ്പുകൾ, റാണിയുമായി ഇണചേരാൻ വേണ്ടി മാത്രം ജനിക്കുന്നവർ. ഉറുമ്പുകളുടെ യുദ്ധമുറകൾ. മനുഷ്യരെ പോലെ തന്നെ വളരെ ആസൂത്രിതമായി യുദ്ധം ചെയ്യുന്ന ജീവികളാണ് ഉറുമ്പുകൾ. ഒരു കോളനിയിലെ ഉറുമ്പുകൾ മറ്റൊരു കോളനിയുടെ അതിർത്തിയിൽ പ്രവേശിച്ചാൽ വലിയ യുദ്ധം തന്നെ നടക്കും. യുദ്ധത്തിന് മുൻപ് ശത്രുക്കളുടെ എണ്ണവും ബലവും മനസ്സിലാക്കാൻ ചാരന്മാരായ ഉറുമ്പുകളെ അയക്കാറുണ്ട്. ആത്മഹത്യാ സ്ക്വാഡ്. ചിലയിനം ഉറുമ്പുകൾ ശത്രുക്കൾ വളയുമ്പോൾ സ്വന്തം ശരീരം പൊട്ടിത്തെറിപ്പിച്ച് വിഷദ്രാവകം പുറപ്പെടുവിക്കാറുണ്ട്. ശത്രുക്കളെ കൊല്ലാൻ അവർ സ്വന്തം ജീവൻ ബലി നൽകുന്നു. ഉറുമ്പുകളുടെ ശവസംസ്കാരം. ഉറുമ്പ് കൂട്ടിൽ ശുചിത്വം പാലിക്കുന്ന കാര്യത്തിൽ ഇവർ അതീവ ശ്രദ്ധാലുക്കളാണ്. ഒരു ഉറുമ്പ് ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒലീക് ആസിഡ് എന്നൊരു ഗന്ധം പുറത്തു വരും. ഈ ഗന്ധം കിട്ടുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഉറുമ്പ് ചത്തു എന്ന് മനസ്സിലാകുന്നത്. ചത്ത ഉറുമ്പുകളെ മറ്റുള്ളവർ ചേർന്ന് കൂടിന് പുറത്തുള്ള ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റുന്നു. രോഗങ്ങൾ പടരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു തമാശ പറഞ്ഞാൽ, ജീവനുള്ള ഒരു ഉറുമ്പിൻ്റെ മേൽ ഈ ആസിഡ് പുരട്ടിയാൽ അത് ജീവനോടെ ഇരിക്കുമ്പോഴും മറ്റുള്ളവർ അതിനെ ശവമായി കണക്കാക്കി പുറത്തേക്ക് വലിച്ചെറിയാൻ ശ്രമിക്കും. ഉറുമ്പുകൾക്ക് നമ്മളെപ്പോലെ പുറത്തേക്ക് കാണുന്ന ചെവികളോ കർണപടമോ ഇല്ല എന്നത് സത്യമാണ്. എന്നാൽ ശബ്ദതരംഗങ്ങളെ തിരിച്ചറിയാൻ അവയ്ക്ക് വളരെ സങ്കീർണമായൊരു സംവിധാനമുണ്ട്. സബ്ജനുവൽ ഓർഗൻ. ഉറുമ്പുകളുടെ കാലുകളിൽ മുട്ടിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന അതീവ സൂക്ഷ്മമായൊരു അവയവമാണിത്. തറയിലുണ്ടാകുന്ന ഏറ്റവും ചെറിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ ഈ അവയവം അവയെ സഹായിക്കുന്നു. മറ്റൊരു ജീവി അടുത്തു വരുമ്പോഴോ മണ്ണിൽ എന്തെങ്കിലും വീഴുമ്പോഴോ ഉണ്ടാകുന്ന കമ്പനങ്ങൾ ഈ അവയവം പിടിച്ചെടുക്കുകയും തലച്ചോറിലേക്ക് സിഗ്നൽ അയക്കുകയും ചെയ്യുന്നു. ശത്രുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാനും സ്വന്തം വർഗത്തിലുള്ളവർ നൽകുന്ന അപായ സൂചനകൾ മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നു. ഉറുമ്പുകളുടെ തലയിലുള്ള 2 ആന്റിനകൾ വെറും സ്പർശനത്തിന് മാത്രമുള്ളതല്ല. വായുവിലൂടെ വരുന്ന ശബ്ദതരംഗങ്ങളെയും ഗന്ധങ്ങളെയും ഒരേപോലെ തിരിച്ചറിയാൻ ഇവ സഹായിക്കുന്നു. വായുവിലുണ്ടാകുന്ന മർദ്ദവ്യതിയാനങ്ങൾ തിരിച്ചറിയാൻ ആന്റിനയിലെ സെൻസറുകൾക്ക് കഴിയും. ഇതിനെ നമുക്ക് ഒരുതരം വായു വഴിയുള്ള കേൾവി എന്ന് വിളിക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ഉറുമ്പിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ കാലടിപ്പാടുകൾ മണ്ണിൽ ചെറിയ കമ്പനങ്ങൾ ഉണ്ടാക്കുന്നു. ഉറുമ്പിൻ്റെ കാലുകളിലെ സബ്ജനുവൽ ഓർഗൻ ഈ കമ്പനങ്ങളെ സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചറിയുന്നു. ഉടൻ തന്നെ ആ ഉറുമ്പ് അവിടെ നിന്ന് മാറുകയും മറ്റുറുമ്പുകൾക്ക് സിഗ്നൽ നൽകുകയും ചെയ്യുന്നു. അതായത് നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ ഉറുമ്പുകൾ ആ ശബ്ദത്തെ തൊട്ടറിയുകയാണ് ചെയ്യുന്നത്.
ഉറുമ്പുകൾ തമ്മിലുള്ള ആശയവിനിമയം. ചിലയിനം ഉറുമ്പുകൾ തങ്ങളുടെ ശരീരഭാഗങ്ങൾ തമ്മിൽ ഉരസി ചെറിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ പ്രയാസമായിരിക്കും, പക്ഷെ മറ്റുറുമ്പുകൾക്ക് തറയിലൂടെയുള്ള കമ്പനങ്ങളായി ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭക്ഷണം കണ്ടെത്തുമ്പോഴോ അപകടം സംഭവിക്കുമ്പോഴോ ആണ് അവ ഇത്തരത്തിൽ ശബ്ദമുണ്ടാക്കുന്നത്. ഉറുമ്പിന് സ്വന്തം ശരീരഭാരത്തിൻ്റെ 20 മുതൽ 50 മടങ്ങ് വരെ ഭാരമുയർത്താൻ കഴിയും. അതായത് ഒരു മനുഷ്യൻ ഒരു ആനയെ പൊക്കുന്നതിന് തുല്യമാണിത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരു ജീവിയുടെ വലുപ്പം കുറയും തോറും അതിൻ്റെ പേശീബലം ശരീരഭാരത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഇതിനെ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എന്ന് വിളിക്കുന്നു. ഉറുമ്പിൻ്റെ ശരീരം വളരെ ചെറുതായതുകൊണ്ട് അതിന് സ്വന്തം ഭാരം താങ്ങാൻ വലിയ ഊർജം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേശികൾക്ക് കിട്ടുന്ന മുഴുവൻ കരുത്തും പുറമേ നിന്നുള്ള ഭാരം ഉയർത്താൻ ഉപയോഗിക്കുന്നു. മറിച്ച് മനുഷ്യൻ്റെ ശരീരം വലുതായതുകൊണ്ട് നമ്മുടെ പേശീബലത്തിൻ്റെ വലിയൊരു ഭാഗം സ്വന്തം ഭാരം താങ്ങാനാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യർക്ക് ശരീരത്തിനുള്ളിലാണ് എല്ലുകളുള്ളത്. എന്നാൽ ഉറുമ്പുകൾക്ക് ശരീരത്തിന് പുറത്താണ് എല്ലിന് സമാനമായ കടുപ്പമുള്ള ആവരണമുള്ളത്. ഈ പുറംചട്ട ഒരു കവചം പോലെ പ്രവർത്തിക്കുകയും പേശികൾക്ക് കൂടുതൽ ബലം നൽകുകയും ചെയ്യുന്നു. ഇതൊരു ലിവർ പോലെ പ്രവർത്തിക്കുന്നതിനാൽ കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ ഭാരം ഉയർത്താൻ അവയെ സഹായിക്കുന്നു. ഉറുമ്പുകളുടെ പേശികൾക്ക് അവയുടെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ കട്ടിയുണ്ട്. ഇത് മറ്റ് വലിയ ജീവികളേക്കാൾ വേഗത്തിലും ശക്തിയിലും പ്രവർത്തിക്കാൻ അവയെ സഹായിക്കുന്നു. ഒരു രസകരമായ താരതമ്യം, നമ്മളൊരു ശരാശരി ഉറുമ്പിനെ ഒരു മനുഷ്യൻ്റെ വലിപ്പത്തിലേക്ക് വലുതാക്കിയാൽ ആ ഉറുമ്പിന് ഒരു വലിയ കെട്ടിടം തന്നെ തോളിലേറ്റാൻ കഴിഞ്ഞേക്കും. പക്ഷേ പ്രകൃതി നിയമം അനുസരിച്ച് വലിപ്പം കൂടുമ്പോൾ ആ കരുത്ത് കുറഞ്ഞു വരും. ചുരുക്കത്തിൽ ഉറുമ്പുകൾ ജനിക്കുമ്പോഴേ ഒരു സൂപ്പർ പവറുള്ള ജീവികളാണ്. അവയുടെ ഈ കുഞ്ഞൻ ശരീരമാണ് അവയ്ക്ക് ഈ മഹാശക്തി നൽകുന്നത്. നമ്മൾ മനുഷ്യർ ശ്വസിക്കുന്നത് മൂക്കിലൂടെ വായു ഉള്ളിലേക്കെടുത്ത് ശ്വാസകോശത്തിൽ എത്തിച്ചാണല്ലോ. എന്നാൽ ഉറുമ്പുകളുടെ ശ്വസന രീതി ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തവും ലളിതവുമാണ്. സ്പൈറക്കിൾസ്. ഉറുമ്പുകളുടെ ശരീരത്തിൻ്റെ വശങ്ങളിലായി വരിവരിയായി കാണപ്പെടുന്ന അതീവ സൂക്ഷ്മമായ സുഷിരങ്ങളെയാണ് സ്പൈറക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഇവ നമ്മുടെ മൂക്കിൻ്റെ ജോലി ചെയ്യുന്നു. ഉറുമ്പിൻ്റെ നെഞ്ചുഭാഗത്തും വയറുഭാഗത്തും ഈ സുഷിരങ്ങൾ കാണാം. വായുവിലെ ഓക്സിജൻ ഈ സുഷിരങ്ങൾ വഴിയാണ് ഉറുമ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. ഈ സുഷിരങ്ങൾ അവസാനിക്കുന്നത് ട്രക്കിയ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ചെറു കുഴലുകളിലാണ്. ഇത് ഉറുമ്പിൻ്റെ ശരീരത്തിലാകെ പടർന്നു കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് പോലെയാണ്. നമ്മുടെ രക്തം ഓക്സിജൻ വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെയല്ല ഉറുമ്പുകളിൽ നടക്കുന്നത്. സ്പൈറക്കിൾസ് വഴി എത്തുന്ന ഓക്സിജൻ ഈ കുഴലുകൾ വഴി ഉറുമ്പിൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും നേരിട്ടെത്തുന്നു. അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇതേ കുഴലുകളിലൂടെ പുറത്തെത്തുകയും ചെയ്യുന്നു. മനുഷ്യർ ശ്വസിക്കുമ്പോൾ ശ്വാസകോശം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഉറുമ്പുകളിൽ അധികവും ഡിഫ്യൂഷൻ എന്ന പ്രക്രിയ വഴിയാണ് ഇത് നടക്കുന്നത്. അതായത് വായു തനിയെ ഈ കുഴലുകളിലൂടെ അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കുന്നു. ഉറുമ്പ് ഓടുമ്പോഴോ കൂടുതൽ ഊർജം ആവശ്യമുള്ളപ്പോഴോ അവയുടെ വയറിലെ പേശികളൊന്ന് ചുരുക്കി ഈ വായു സഞ്ചാരത്തെ വേഗത്തിലാക്കാൻ അവയ്ക്ക് സാധിക്കും. ഉറുമ്പുകളുടെ ഈ ശ്വസന രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശരീരത്തിലേക്ക് ഓക്സിജൻ തനിയെ അരിച്ചിറങ്ങുന്നത് കൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ദൂരം വായുവിന് സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഉറുമ്പുകൾ വലിപ്പം വയ്ക്കാത്തത്. ഉറുമ്പുകൾ ഒരു പൂച്ചയുടെ വലിപ്പത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഈ ശ്വസന രീതി വഴി അവയ്ക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. രസകരമായൊരു കാര്യം, ഉറുമ്പുകൾ വെള്ളത്തിൽ വീണാൽ പെട്ടെന്ന് ചത്തുപോകില്ല. അവയുടെ സ്പൈറക്കിൾസ് അടച്ചു പിടിക്കാനും ശരീരത്തിലെ ചെറിയ രോമങ്ങൾക്കിടയിൽ വായു കുമിളകൾ സൂക്ഷിക്കാനും അവയ്ക്ക് കഴിയും. ഇതുവഴി കുറച്ച് സമയം വെള്ളത്തിനടിയിൽ ശ്വാസം മുട്ടാതെ കിടക്കാൻ ഇവയ്ക്ക് സാധിക്കും. നമ്മൾ മനുഷ്യർ ഒരു ദിവസം 8 മണിക്കൂർ തുടർച്ചയായി ഉറങ്ങുമ്പോൾ ഉറുമ്പുകളുടെ ഉറക്കം വളരെ വ്യത്യസ്തവും വിചിത്രവുമാണ്. പവർ നാപ്പുകളുടെ ലോകം. ഉറുമ്പുകൾ ഒരിക്കലും നമ്മളെപ്പോലെ ദീർഘനേരം ഉറങ്ങാറില്ല. പകരം അവ മയങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു ശരാശരി ജോലി ചെയ്യുന്ന ഉറുമ്പ് ഒരു ദിവസം ഏകദേശം 250 തവണ ഇത്തരത്തിൽ ചെറിയ മയക്കങ്ങൾ എടുക്കും. ഓരോ മയക്കവും വെറും 1 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ മാത്രമേ നീണ്ടു നിൽക്കൂ. ഇങ്ങനെ എല്ലാ മയക്കങ്ങളും കൂടി കൂട്ടിവെച്ചാൽ ഒരു ദിവസം ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ ഒരു ഉറുമ്പ് ഉറങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉറങ്ങുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കോളനിയിൽ എപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കണം. എല്ലാവരും കൂടി ഒരേ സമയം ഉറങ്ങിയാൽ ശത്രുക്കൾ ആക്രമിക്കാനോ കുഞ്ഞുങ്ങൾ പട്ടിണിയാകാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വിഭാഗം ഉറുമ്പുകൾ ജോലി ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം ചെറിയ മയക്കത്തിലായിരിക്കും. ഈ ഷിഫ്റ്റ് സമ്പ്രദായം വഴി ഒരു ഉറുമ്പ് കൂട് 24 മണിക്കൂറും ഉണർന്നു തന്നെ ഇരിക്കുന്നു. റാണിയുടെ ഉറക്കം.
ജോലിക്കാരെ അപേക്ഷിച്ച് റാണി ഉറുമ്പുകൾക്ക് നല്ല സുഖനിദ്ര ലഭിക്കാറുണ്ട്. റാണി ഉറുമ്പുകൾ ഒരു ദിവസം ഏകദേശം 9 മണിക്കൂർ വരെ ഉറങ്ങും. അവയുടെ ഉറക്കം ജോലിക്കാരെ പോലെ അത്രയധികം മുറിഞ്ഞു പോകാറുമില്ല. ഈ ദീർഘനേരത്തെ ഉറക്കമായിരിക്കാം റാണി ഉറുമ്പുകൾ വർഷങ്ങളോളം, ചില റാണി ഉറുമ്പുകൾ 30 വർഷം വരെ ജീവിക്കാൻ ഒരു കാരണമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ജോലിക്കാർ പൊതുവെ ഏതാനും മാസങ്ങൾ മാത്രമേ ജീവിക്കാറുള്ളൂ. ഈ ഉറുമ്പ് ഉറങ്ങുകയാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഉറുമ്പുകൾ ഉറങ്ങുമ്പോൾ അതിൻ്റെ ആൻറ്റിനകൾ ചലിക്കാതെ താഴേക്ക് താഴ്ത്തി വെച്ചിരിക്കും. ഉറങ്ങുന്ന സമയത്ത് തൊട്ടടുത്ത് ചെറിയ അനക്കമുണ്ടായാലും ഉറുമ്പുകൾ പെട്ടെന്ന് പ്രതികരിക്കില്ല. എന്നാൽ ആരെങ്കിലും തൊട്ടാൽ അവ പെട്ടെന്ന് ഞെട്ടി ഉണരുകയും ചെയ്യും. ഒരു വിചിത്രമായ കാര്യം, ഉറുമ്പുകൾ നമ്മളെപ്പോലെ സ്വപ്നം കാണാറുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അവ ഉറക്കത്തിൽ ആൻറ്റിനകൾ ചെറുതായി ഇളക്കുന്നത് കാണുമ്പോൾ അവ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ടോ എന്ന് ശാസ്ത്രലോകം സംശയിക്കുന്നുണ്ട്. മനുഷ്യർ കൃഷി കണ്ടുപിടിക്കുന്നതിനും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഉറുമ്പുകൾ വലിയ തോതിലുള്ള കൃഷി ആരംഭിച്ചിരുന്നു എന്നത് പലർക്കും അറിയാത്തൊരു സത്യമാണ്. ഉറുമ്പുകളിലെ കർഷകർ. നമ്മുടെ വീട്ടിലെ ഉറുമ്പുകൾ പഞ്ചസാരയോ ചോറോ മോഷ്ടിക്കുന്നത് പോലെ അല്ല ഈ കാർഷിക ഉറുമ്പുകൾ. ഇവ പ്രധാനമായും 2 തരത്തിലാണ് കൃഷി ചെയ്യുന്നത്. ഒന്ന്, കുമിൾ കൃഷി. ലീഫ് കട്ടർ ഉറുമ്പുകളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കർഷകർ. ഇവ ഇലകൾ മുറിച്ചു കൊണ്ടുപോകുന്നത് അവ തിന്നാനാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. ഇലകൾ ചവച്ചരച്ച് അവയുടെ കൂട്ടിനുള്ളിൽ വലിയ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ഇലക്കഷ്ണങ്ങൾ കുമിളുകൾക്ക് വളരാനുള്ള വളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഇലകളിൽ വളരുന്ന ഒരു പ്രത്യേകതരം പൂപ്പലാണ് ഇവയുടെ ഏക ആഹാരം. ഈ കുമിൾത്തോട്ടങ്ങളിൽ കളകൾ, അതായത് ആവശ്യമില്ലാത്ത മറ്റു പൂപ്പലുകൾ വളരാതെ ഉറുമ്പുകൾ നോക്കുന്നു. കൂടാതെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ അവയുടെ ശരീരത്തിൽ നിന്ന് ആൻറ്റിബയോട്ടിക്കുകളും ഇവ പുറപ്പെടുവിക്കുന്നു. രണ്ടാമത്തേത് കന്നുകാലി വളർത്തൽ. ചില ഉറുമ്പുകൾ ഏഫിഡുകൾ എന്നറിയപ്പെടുന്ന ചെറിയ കീടങ്ങളെ നമ്മുടെ കർഷകർ പശുക്കളെ വളർത്തുന്നത് പോലെ വളർത്തുന്നു. ഏഫിഡുകൾ ചെടികളുടെ നീര് കുടിച്ച് ഹണിഡ്യൂ എന്ന മധുരമുള്ള ദ്രാവകം പുറപ്പെടുവിക്കുന്നു. ഉറുമ്പുകൾ അവയുടെ ആൻറ്റിനകൾ കൊണ്ട് ഏഫിഡുകളുടെ പുറത്ത് പതുക്കെ തട്ടി ഈ മധുരപാനീയം കുടിക്കുന്നു. ഇതിനെ കറന്നെടുക്കുക എന്ന് തന്നെ വിളിക്കാം. പകരമായി ഏഫിഡുകളെ ഭക്ഷിക്കാൻ വരുന്ന മറ്റു ജീവികളിൽ നിന്ന്, ഉദാഹരണത്തിന് ലേഡി ബഗുകൾ പോലെയുള്ളവയിൽ നിന്ന് ഉറുമ്പുകൾ ഇവയ്ക്ക് സംരക്ഷണം നൽകുന്നു. ഒരു ചെടിയിലെ നീര് തീർന്നാൽ ഉറുമ്പുകൾ ഈ ഏഫിഡുകളെ എടുത്ത് പുതിയ ചെടികളിലേക്ക് കൊണ്ടുപോകാറുമുണ്ട്. എന്തുകൊണ്ടാണ് ഉറുമ്പുകൾ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വേട്ടയാടി ഭക്ഷണം കണ്ടെത്തുന്നതിനേക്കാൾ വളരെ സുരക്ഷിതമാണ് സ്വന്തമായി കൃഷി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് ഉറുമ്പുകൾക്ക് പണ്ടേ മനസ്സിലായി. ഇതിനെ സിംബയോസിസ് എന്നാണ് ശാസ്ത്രം വിളിക്കുന്നത്. അതായത് 2 ജീവികൾ പരസ്പരം സഹായിച്ചു ജീവിക്കുന്നു. ഉറുമ്പുകളുടെ ലോകത്തെ ഏറ്റവും നിഗൂഢവും ദയനീയവുമായ ഒരു പ്രതിഭാസമാണ് മരണച്ചുഴി, ആൻഡെത്ത് സ്പൈറൽ. ശാസ്ത്രീയമായി ഇതിനെ ആൻറ്റ്മിൽ എന്ന് വിളിക്കുന്നു. ഉറുമ്പുകളുടെ മരണച്ചുഴി. 100 കണക്കിന്, ചിലപ്പോൾ 1000 കണക്കിന് ഉറുമ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി ഒരു വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഭയപ്പെടുത്തുന്നതാണ്. എന്തിനാണ് അവ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉറുമ്പുകൾക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്. അവ സഞ്ചരിക്കുന്നത് മുന്നേ പോയ ഉറുമ്പ് നൽകിയ ഫെറോമോൺ എന്ന ഗന്ധം പിന്തുടർന്നാണ്. ചിലപ്പോൾ കൂട്ടം തെറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ മുന്നിൽ പോകുന്ന ഉറുമ്പ് അറിയാതെ ഒരു വട്ടത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. പിന്നാലെ വരുന്ന ഉറുമ്പുകൾ ഈ ഗന്ധം പിന്തുടർന്ന് ആ വട്ടത്തിലൂടെ തന്നെ പോകുന്നു. ഒടുവിൽ ഈ വരിയുടെ വാലറ്റം തലയുമായി മുട്ടുന്നു. അതോടെ അതൊരവസാനമില്ലാത്ത വട്ടമായി മാറുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ മരണച്ചുഴി എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഈ വട്ടത്തിൽ അകപ്പെട്ടു പോയാൽ തങ്ങൾ വട്ടം ചുറ്റുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉറുമ്പുകൾക്കില്ല. മുന്നിലുള്ള ഉറുമ്പിൻ്റെ ഗന്ധം പിന്തുടരുക എന്ന ഏക ലക്ഷ്യം മാത്രമേ അവയ്ക്കുള്ളൂ. മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം അവ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അവസാനം വിശപ്പും ദാഹവും തളർച്ചയും കാരണം ഓരോ ഉറുമ്പായി ചത്തു വീഴാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ഇതിനെ മരണച്ചുഴി എന്ന് വിളിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മരണച്ചുഴി 1921 വില്യം ബീബ് എന്ന പ്രകൃതി ശാസ്ത്രജ്ഞൻ ഗയാനയിൽ ഏകദേശം 1200 അടി ചുറ്റളവുള്ള ഒരു മരണച്ചുഴി കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉറുമ്പ് ഒരു വട്ടം പൂർത്തിയാക്കാൻ മാത്രം 2.5 മണിക്കൂർ എടുത്തു. മിക്ക ഉറുമ്പുകളും 2 ദിവസം ചുറ്റിക്കറങ്ങിയ ശേഷം ചത്തുപോയി. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വരിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉറുമ്പ് അബദ്ധവശാൽ ഈ ഗന്ധം തെറ്റി പുറത്തേക്ക് പോയാൽ ആ ഉറുമ്പിനെ പിന്തുടർന്ന് മറ്റുറുമ്പുകൾക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. അല്ലെങ്കിൽ പുറമേ നിന്നുള്ള എന്തെങ്കിലും തടസ്സം വന്ന് ആ ഗന്ധത്തിൻ്റെ പാത മുറിഞ്ഞു പോയാലും അവ രക്ഷപ്പെടും.
ഒരു ചെറിയ തെറ്റ് എങ്ങനെ ഒരു വലിയ ദുരന്തമായി മാറുന്നു എന്നതിന് ഉദാഹരണമാണിത്. ഉറുമ്പുകളുടെ ഈ ലോകം എത്ര വിചിത്രവും അദ്ഭുതവുമാണ്. ഒരു ചെറിയ ഉറുമ്പ് പോലും എത്ര സങ്കീർണമായ ജീവിതമാണ് നയിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.